നമസ്കാരം. പ്രധാന വാർത്തകൾ. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ മരം കടപുഴകി വീണ് 9 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സ്കൂൾ വിട്ട് കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് സംഭവം. മുന്നറിയിപ്പ് നൽകിയിട്ടും അപകട ഭീഷണിയുള്ള മരങ്ങൾ വെട്ടിമാറ്റിയില്ലെന്ന അധ്യാപകരും നാട്ടുകാരും. തൃക്കടിയിൽ മരം പൊട്ടി വീണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര തകർന്നു. തെറ്റുകൾ ആവർത്തിച്ചതുകൊണ്ടാണ് മുൻ മണ്ഡല സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. മുഹമ്മദ് മുഹസിൻ MLA മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിക്കാത്ത വിഷയം പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി. മകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പിതാവിന് ഇരട്ട ജീവപര്യന്തവും 61 വർഷം കഠിന തടവും 2.89 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ വീട്ടിൽ കയറി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതികൾക്ക് കഠിന തടവും പിഴയും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി പ്രതിയെ കോടതി വെറുതെ വിട്ടു. ഷൊർണൂർ കുളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിയായ സ്ത്രീക്കു നേരെ അക്രമം. തലയ്ക്ക് പരിക്കേറ്റ ഇവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമം നടത്തിയ അയൽവാസിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത ഷൊർണൂർ പോലീസ്. ചെർപ്പളശ്ശേരി നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി 80 സെന്റിമീറ്റർ ഉയരമുള്ള ചെടി കണ്ടെത്തിയത് AKG റോഡിനോട് ചേർന്ന്. എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി ചെടി കൊണ്ടുപോയി. വിശദമായ വാർത്തകളിലേക്ക്. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ പുളിമരം കടപുഴകി വീണ് 9 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പരിക്കേറ്റവരെ മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് സംഭവം. സ്കൂൾ വിട്ട ബസ് കാത്തു നിൽക്കുകയായിരുന്ന കുട്ടികൾക്ക് മേൽ റോഡിനു കുറുകെ മരം കടപുഴകി വീഴുകയായിരുന്നു. സ്കൂളിൻ്റെ എതിർവശത്തുള്ള മരമാണ് സ്കൂൾ മതിലിലേക്ക് വീണത്. കുട്ടികൾ സ്കൂളിൻ്റെ ഭാഗത്തായിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വിദ്യാർത്ഥികളായ ചെറുവരമ്പത്ത് ആദിത്യൻ, കുഴിക്കാട്ടിൽ റയാന, ഹരിയൂർ കുറ്റിക്കാട്ടിൽ അസ്ലഹ്, കരിമ്പുഴ പൊളിക്കാടൻ സിയ, കോട്ടപ്പുറം മോതിരപീടിക നിഹാല, തോട്ടര പയ്യങ്ങാട്ടിൽ ജുമാന, കരിമ്പുഴ എടപ്പറമ്പിൽ ഷിഫാന, നെയ്യപ്പാടത്തെ ശരൺ, കോട്ടപ്പുറം കൽക്കണ്ടൻ അഫ്നാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഇനിയും വീഴാറായ മരങ്ങൾ സ്കൂൾ പരിസരത്ത് ഉണ്ടെന്നും ഇത് വെട്ടിമാറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അധ്യാപകൻ ജോൺസൺ പറഞ്ഞു. സ്കൂൾ വിട്ട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കൃത്യം മഴയുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ആ സമയത്താണ് മരം വീണത്. അപ്പോൾ റോഡിൻ്റെ മരത്തിൽ നിന്നതിൻ്റെ സ്കൂളിനോട് മതിലോട് ചേർന്നിട്ടാണ് കുട്ടികൾ പോയത്. അതുകൊണ്ട് കാര്യമായി പരിക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു 9 കുട്ടികൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട്. 1-2 കുട്ടികൾക്ക് ചെറിയ 2-3 സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എക്സ്റേ എടുത്ത് വരുന്നു. വളരെ ഗൗരവമായി പരിക്കൊന്നുമല്ല, പക്ഷേ എന്താ പറയുന്നത്, വലിയൊരു ദുരന്തം ഒഴിവായെന്ന് തന്നെ നമുക്ക് പറയാം. അത് എന്തായാലും അധികൃതരുടെ ശ്രദ്ധ ഇതിനകത്ത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും മരങ്ങൾ ഇതേപോലെ തന്നെ വീഴാറാൻ അങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. എന്നുവെച്ചാൽ വലിയ മരങ്ങൾ, പഴയ വയസ്സായ പ്രായമായ വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അപകടം ഒഴിവാക്കാൻ വേണ്ടി അവ മുറിച്ച് നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കരിമ്പുഴ മുതൽ തോട്ടര വരെ അപകട ഭീഷണിയായ 26 മരങ്ങൾ മുറിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ട്രീ കമ്മിറ്റിക്ക് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നതാണെന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ കുന്നത്തും പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ കരിമ്പുഴ മുതൽ കുലിക്കിലിയാട് വരെയുള്ള റോഡ് സൈഡുകളിൽ ഇത്തരം അപകടാവസ്ഥയിലുള്ള കാലപ്പഴക്കം ചെന്നതും ഉണങ്ങിയതും പൊട്ടി വീഴാറും കടപുഴകി വീഴുന്നതുമായ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ 26ഓളം മരങ്ങളുണ്ട്. ആ 26 മരങ്ങൾ പാലക്കാട് ജില്ലാ ട്രീ കമ്മിറ്റിക്ക് മുമ്പാകെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും ഉൾപ്പെടുന്ന കമ്മിറ്റിക്ക് മുമ്പാകെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ട്രീ കമ്മിറ്റി 2022-ലും 2023-ലും റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. നാളിതുവരെയും ജില്ലാ ട്രീ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ വലിയ ഒരു ദുരന്തമാണ്
ഒഴിവായിട്ടുള്ളത്, ദൈവാനുഗ്രഹം കൊണ്ട് ഒഴിവായിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലുള്ള ഒരുപാട് മരങ്ങൾ ഉണ്ട്. എത്രയും പെട്ടെന്ന് ജില്ലാ ട്രീ കമ്മിറ്റിയുടെ അധികാരികൾ കണ്ണു തുറന്ന് അത് ലേലം ചെയ്ത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിയന്തരമായ നടപടികൾ ജില്ലാ ട്രീ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിൻ്റെ ഒരു തുടർ നടപടികൾ തുടർന്ന ദിവസങ്ങളിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടിയുമായി ഈ മരങ്ങൾ, അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യമായിട്ട് ജനപ്രതിനിധികൾ മുന്നോട്ടുണ്ട്. കനത്ത മഴയിൽ ആൽമരം പൊട്ടി വീണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര തകർന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തൃക്കിടീരി മുന്നൂർക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത്. തൃക്കിടീരി മുന്നൂർക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയാണ് ആൽമരം പൊട്ടി വീണ് തകർന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ മുൻവശത്തെ വലിയ ആൽമരമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും പൊട്ടി വീണത്. സമീപത്തെ തെങ്ങ് ഉൾപ്പെടെയുള്ള മറ്റു മരങ്ങളും ഇതോടൊപ്പം നിലംപതിച്ചു. പ്രദേശത്ത് മറ്റു പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടിവീണ വൈദ്യുതി ലൈൻ ഉൾപ്പെടെയുള്ളവ നശിച്ചിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ ശക്തമായ കാറ്റും മഴയുമാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മുന്നൂർക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് മരം പൊട്ടി വീണ്, കാറ്റ് വന്നിട്ട് മരം പൊട്ടി വീണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് എല്ലാം നാശമായി. നല്ല കാറ്റായിരുന്നു, ശക്തമായ കാറ്റായിരുന്നു. കാറ്റ് അതിന് ചുഴറ്റി എടുത്തിട്ടാണ് മരം വീണത്. നല്ല പഴക്കമുള്ള വലിയ മരമാണ്. വലിയ ഒരു 800-900 കൊല്ലം പഴക്കമുള്ള മരമാണ്. അമ്പലത്തിനും 900 പഴക്കമുണ്ട്. സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് മുന്നൂർക്കോട്. അമ്പലത്തിന് നാശനഷ്ടമുണ്ട്. ഇവിടെ ഈ പരിസരത്ത് കൂടെയൊക്കെ പൊട്ടി വീണു, നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപകടമൊന്നും പറ്റിയില്ല. ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണ്, കമ്പിയൊക്കെ പൊട്ടി വീണ് നാശമായി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവിച്ചത്. ഷൊർണൂർ കുളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിക്ക് നേരെ ആക്രമണം. വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന സ്ത്രീയെ അയൽവാസിയാണ് ആക്രമിച്ചത്. കൊൽക്കത്ത സ്വദേശി നിർമ്മലാദേവിക്കാണ് പരിക്കേറ്റത്. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതായി ഷൊർണൂർ പോലീസ് പറഞ്ഞു. പൊതുപൈപ്പിൽ നിന്നും വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. അയൽവാസിയായ ജയകൃഷ്ണനുമായി ഉണ്ടായ തർക്കത്തിനിടയിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മലാദേവിയുടെ തലയ്ക്കടിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ജയകൃഷ്ണനെ ഷൊർണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ നിർമ്മലാദേവി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തലയിൽ 8ഓളം സ്റ്റിച്ചുകളുണ്ട്. पत्नी के साथ झगड़ा हुआ, उसका आदमी मेरे को रॉड से मार डेली भैया एनी टाइम झगड़ा होता है मेरे साथ. ചെർപ്പളശ്ശേരി നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി, 80 സെന്റിമീറ്റർ ഉയരമുള്ള ചെടി ചെർപ്പളശ്ശേരി റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി കൊണ്ടുപോയി. ചെർപ്പളശ്ശേരി നഗരമധ്യത്തിലെ AKG റോഡിലാണ് 80 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. റോഡരികിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കഞ്ചാവെന്ന് തോന്നിക്കുന്ന ചെടി കണ്ടതിനെ തുടർന്ന് യുവാക്കൾ ചെർപ്പളശ്ശേരി എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ചെർപ്പളശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസർ പോൾസന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ചെടി നശിപ്പിച്ചു. നഗരമധ്യത്തിൽ തന്നെ ഇത്തരത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നും എക്സൈസ് റേഞ്ച് ഓഫീസർ പോൾസൺ പറഞ്ഞു. ചെർപ്പളശ്ശേരി എക്സൈസിലെ റേഞ്ച് ഇൻസ്പെക്ടറാണ് ഞാൻ. ഇവിടെ ഒരാൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഒരു കഞ്ചാവ് ചെടി 80 സെന്റിമീറ്റർ വലിപ്പമുള്ളതായി ഇവിടെ വന്ന് പരിശോധിച്ചതിൽ കാണപ്പെട്ടു. അതിനെ നമ്മൾ തൽക്കാലം കേസെടുത്ത് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. വീണ്ടും ഇതുപോലുള്ള എവിടെയെങ്കിലും ഇതേപോലെയുള്ള ചെടികളുണ്ടെങ്കിൽ ഏതെങ്കിലും പരാതികൾ കിട്ടിയാൽ നമ്മൾ അന്വേഷിക്കുന്നതാണ്. ഇതിൽ തന്നെയും ഇത് ജംഗ്ഷനിൽ തന്നെ ഇങ്ങനെ ഒരു നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കഞ്ചാവ് ചെടി. കൂടുതലായിട്ട് എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും പറയാനില്ല. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതാണ്. തെറ്റുകൾ ആവർത്തിച്ചതുകൊണ്ടാണ് മുൻ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പട്ടാമ്പിയിൽ പറഞ്ഞു. മുഹമ്മദ് മുഹസിൻ MLA മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിക്കാത്ത വിഷയം പരിശോധിക്കുമെന്നും സുരേഷ് രാജ് പറഞ്ഞു. CPI പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്.
മുൻ മണ്ഡലം സെക്രട്ടറി PK സുഭാഷിനെയും മുതിർന്ന നേതാവായിരുന്ന കോടിയിൽ രാമകൃഷ്ണനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. തെറ്റുകൾ ആവർത്തിച്ചതുകൊണ്ടാണ് ഇവർക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നതെന്നും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കമെന്നും ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പ്രതികരിച്ചു. പാർട്ടി ഭരണഘടനയോട് നീതി പുലർത്താതെ വരുമ്പോൾ അത് തിരുത്താനുള്ള സന്ദർഭം നിരവധി തവണ പാർട്ടി കൊടുക്കും. പാർട്ടിക്കകത്തുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റാം, എല്ലാവർക്കും പറ്റാം. പാർട്ടിക്കകത്ത് എല്ലാവരുള്ളവരൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തെറ്റെല്ലാവർക്കും പറ്റാം. അങ്ങനെ തെറ്റ് പറ്റുമ്പോൾ പാർട്ടി ആദ്യം അത് ചൂണ്ടിക്കാണിക്കും, ഇന്ന തെറ്റ് സഖാവിന് പറ്റിയിട്ടുണ്ട്, അത് തിരുത്തണം എന്നാവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ സാധാരണ പാർട്ടിയോട് കൂടുതലുള്ള ഒരാളാണെങ്കിൽ അത് തിരുത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കും. അങ്ങനെയാണ് പാർട്ടിക്കകത്തൊരു കീഴ്വഴക്കം. പക്ഷെ ഞാൻ തെറ്റേ ചെയ്യുള്ളൂ തുടർച്ചയായി തീരുമാനിച്ചു പോയാൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ കൂടി നടപടികൾ സ്വീകരിക്കും. സുഭാഷ് പലവിധ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി അദ്ദേഹത്തെ മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് 17/2/2023 അല്ലെ 17/2/2023 കഴിഞ്ഞ കൊല്ലം മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ജില്ലയിലെ ഏക CPI MLA കൂടിയായ പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിക്കാത്ത വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും KP സുരേഷ് രാജ് വ്യക്തമാക്കി. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിക്കും, അത്രേ പോലും പറയാനുള്ളൂ. അതെ, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിക്കാം. പാർട്ടി ഒരു വിഷയം പെട്ടാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിശോധിക്കും, അത്രേ ഇപ്പൊ പറയാൻ പറ്റും. അതിൽ വേറെ തീരുമാനമൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അടുത്ത തവണ പട്ടാമ്പി മണ്ഡലത്തിൽ പേയ്മെന്റ് സ്ഥാനാർത്ഥിയാവുമെന്ന ആരോപണത്തിന് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. നോട്ടെണ്ണി തീർന്നിട്ടേ എത്ര ഉണ്ടെന്ന് മൂന്നാണോ ഞങ്ങളുടെ ഈ വോട്ടിംഗ് മെഷീൻ ഇല്ലാത്തോട്ടല്ല, എന്താണ് പറയുക, കൗണ്ടിങ് വോട്ട് കൗണ്ട് ചെയ്യുന്ന സാധനം അതിനൊന്നും പ്രതികരിക്കാനല്ല. എന്ത് പ്രതികരിക്കണം, നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇവരെന്ത് വിവരക്കട പറയുന്നത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതിനാണ് പട്ടാമ്പിയിലെ മുൻ മണ്ഡലം സെക്രട്ടറിയെ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതെന്നും KP സുരേഷ് രാജ് വിശദീകരിച്ചു. മകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതി പിതാവിന് ഇരട്ട ജീവപര്യന്തവും 61 വർഷം കഠിന തടവും 2.89 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. രക്ഷിതാക്കൾ ഒന്നിച്ചു താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ പിതാവ് മകളെ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ വിധിച്ചത്. വണ്ടൂർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പിതാവിന് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചത്. തുക അടച്ചില്ലെങ്കിൽ 3 വർഷവും 3 മാസവും അധിക തടവ് അനുഭവിക്കണം. പോക്സോ നിയമത്തിലെ 2 വകുപ്പുകളിലായാണ് ജീവപര്യന്തം ശിക്ഷകൾ വിധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോയിലെയും ജുവൈനൽ ജസ്റ്റിസ് നിയമത്തിലെയും വിവിധ വകുപ്പുകളിലാണ് 61 വർഷം കഠിന തടവ്. പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി S. സൂരജാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പിഴ അടച്ചാൽ 2.5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടു. വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം മതിയായ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയോടും നിർദ്ദേശിച്ചു. 2023 മെയ് മാസത്തിൽ രക്ഷിതാക്കൾ ഒന്നിച്ചു താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പിതാവ് ലൈംഗികാതിക്രമം നടത്തുകയും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തെന്നാണ് കേസ്. വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന E. ഗോപകുമാർ, SI TP മുസ്തഫ എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സപ്ന P. പരമേശ്വരത്ത് ഹാജരായി. കേസിൽ 14 സാക്ഷികളെ വിസ്തരിക്കുകയും 21 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രതിയെ തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്ന 67 വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ 2 പേർക്ക് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൂട്ടിലങ്ങാടി കാരാട്ടുപറമ്പ് സ്വദേശികളായ ചാത്തൻകോട്ടിൽ ഇബ്രാഹിം, വടക്കേത്തോടി വിനോദ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. 67 വയസ്സുള്ള വയോധികയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിലെ 2 പ്രതികൾക്ക് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S. സൂരജാണ് തടവും പിഴയും ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി ഇബ്രാഹിമിനെ വിവിധ വകുപ്പുകളിലായി 45 വർഷം കഠിന തടവിനും 1,05,000 രൂപ പിഴ അടയ്ക്കാനുമാണ് ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം അധിക തടവ് അനുഭവിക്കണം. 2-ാം പ്രതി വിനോദിന് 25 വർഷം കഠിന തടവും 55,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 2018 മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. പരാതിക്കാരിയുടെ വീട്ടിലേക്ക് 2-ാം പ്രതിയുടെ സഹായത്തോടെ 1-ാം പ്രതി അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. പുറത്തു പറഞ്ഞാൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരുമെന്ന് സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു.
ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പിഴ അടയ്ക്കുന്ന പക്ഷം സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. മലപ്പുറം പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പ്രേംജിത്ത്, SI BS ബിനു, അബ്ദുൽ ജബ്ബാർ എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സപ്ന P പരമേശ്വരത്ത് ഹാജരായി. തെളിവിലേക്കായി 12 സാക്ഷികളെ വിസ്തരിക്കുകയും 24 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. 12 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണ അതിവേഗ പോക്സോ കോടതി വിട്ടയച്ചു. പാണ്ടിക്കാട് തമ്പാനങ്ങാടി വൃന്ദാവനത്തിൽ സജീവിനെയാണ് കോടതി വെറുതെ വിട്ടത്. സജീവിന് വേണ്ടി അഭിഭാഷകൻ K രാജേന്ദ്രനാണ് ഹാജരായത്. 12 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന കേസിൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ വെറുതെ വിട്ടു. 2023 ജനുവരി 6-ന് പാണ്ടിക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ വള്ളുവങ്ങാട് തമ്പാനങ്ങാടി സ്വദേശി വൃന്ദാവനത്തിൽ സജീവിനെയാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി വെറുതെ വിട്ടത്. പ്രതിഭാഗത്തിനു വേണ്ടി അഭിഭാഷകൻ K രാജേന്ദ്രനാണ് ഹാജരായത്. നമ്മൾ ഓരോ കേസുകളും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കക്ഷിയുമായിട്ട് സംസാരിച്ച് അതിലെന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പരമാവധി കേസുകൾ നമ്മൾ എടുക്കാൻ ഓരോ അഭിഭാഷകരും പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത്. ഞാനും അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ക്രൈം 744/2023 നമ്പറിലെ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിലെ പ്രതിയായിരുന്ന സജീവ് എന്ന അച്ചായൻ എന്നവരുടെ വക്കാലത്ത് ഏറ്റെടുത്തതിന് ശേഷം കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നടത്തിയതിനെ തുടർന്ന് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബന്ധപ്പെട്ട പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതി 1 ബഹുമാന്യനായ സൂര്യ സാറിന് മനസ്സിലായി അദ്ദേഹത്തിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആരോപണങ്ങളെല്ലാം ഒരു വൈരാഗ്യത്തിനെ തുടർന്ന് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല എന്നുള്ള വസ്തുത എനിക്ക് മനസ്സിലായി. ആ കാര്യങ്ങൾ നിരത്തി കോടതിയിൽ ആവശ്യം വരുന്ന തെളിവുകളും വാദമുഖങ്ങളും ഉന്നയിച്ച് അദ്ദേഹത്തിന് ഇന്ന് നീതി ലഭിച്ചിരിക്കുകയാണ്. റിമാൻഡിലായിരുന്ന പ്രതി മഞ്ചേരി സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രധാന വകുപ്പുകളിലെ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിരുന്നതായും അഭിഭാഷകൻ K രാജേന്ദ്രൻ പറഞ്ഞു. നമ്മൾ ഇന്ന് കുറ്റവിമുക്തനായിട്ടുള്ള സജീവ് എന്ന അച്ചായൻ എന്നവരുടെ കേസിൽ പാണ്ടിക്കാട് പോലീസ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ പ്രധാനമായിട്ടും ഇന്ത്യൻ പീനൽ കോഡിലെ 451. അത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ചെന്നിട്ട് മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു. കൂടാതെ 354 ഒരു സ്ത്രീയുടെ മാനം ഹനിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ പ്രസ്താവിക്കുന്ന തരത്തിലുള്ള സെക്ഷൻസ്, ഒപ്പം പോക്സോയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള സെക്ഷൻ കൂടി ആരോപിച്ചിട്ടാണ് ഇതിൽ പ്രതിയായിട്ടുള്ള സജീവൻ അച്ചായൻ എന്നിവരുടെ പേരിൽ പാണ്ടിക്കാട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള, കാരണം ആ നാട്ടിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പരിസര പ്രദേശങ്ങളിലും വളരെയധികം റെപ്യൂട്ടഡായിട്ട് താമസിച്ചു പോയിരുന്ന അദ്ദേഹത്തിനോടുണ്ടായിട്ടുള്ള വ്യക്തിവിദ്വേഷം, വൈരാഗ്യം, അനുബന്ധമായിട്ടുള്ള മറ്റു ദേഷ്യങ്ങൾ, അതിനെല്ലാം പരിണത ഫലമായിട്ട് പാണ്ടിക്കാട് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച്, അങ്ങനെ തന്നെ വേണം പറയാൻ, തെറ്റിദ്ധരിപ്പിച്ച് നിയമവ്യവസ്ഥ ദുരുപയോഗം ചെയ്ത് ഒരു കൃത്രിമമായിട്ട് ഒരു കുറ്റപത്രം ബന്ധപ്പെട്ട കോടതി സമർപ്പിച്ച് ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി പാതയിൽ ആനമങ്ങാട് സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ആനമങ്ങാട് മണലായ പൂണൂത്തുകുന്നത്ത് കാവുംകുന്നത്ത് കൃഷ്ണൻകുട്ടിയുടെ മകൻ രാജേഷ് ആനമങ്ങാട്, ചുള്ളിപ്പാറത്തൊടി ബാലസുന്ദറിൻ്റെ മകൻ ബൈജുലാൽ വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരിന്തൽമണ്ണയിൽ നിന്ന് വരികയായിരുന്ന രാജപ്രഭ ബസ് രാജേഷും ബൈജുലാലും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ബസ് ലോറിയെ മറികടന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനുമതിയില്ലാതെ സ്കൂൾ കെട്ടിട നിർമ്മാണം നിർത്തിവെപ്പിച്ച് നഗരസഭ. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിന് നോട്ടീസും സ്റ്റോപ്പ് മെമ്മോയും നൽകി. അനുമതിയില്ലാതെ ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മണ്ണാർക്കാട് നഗരസഭയുടെ നടപടി. താഴത്തെ നില ഉൾപ്പെടെ 4 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപ് നഗരസഭയിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങണമെന്നാണ് വ്യവസ്ഥ.
എന്നാൽ ഇത്തരമൊരു ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷ പോലും ലഭിച്ചിട്ടില്ലെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വെള്ളിയാഴ്ച നോട്ടീസും സ്റ്റോപ്പ് മെമ്മോയും നൽകിയതായി സെക്രട്ടറി അറിയിച്ചു. അടിയന്തരമായി നഗരസഭയുടെ അനുമതി ലഭ്യമാക്കണമെന്നും ഇല്ലെങ്കിൽ അനധികൃത നിർമ്മാണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി എം സതീഷ് കുമാറിന്റെ ഉത്തരവിൽ പറയുന്നു. ജീവിതഗന്ധിയും തന്മയത്വമുള്ളതുമായ തിരക്കഥകളിലൂടെ 2 ദശകത്തിലേറെ കാലം മലയാള ചലച്ചിത്രവേദിയെ ധന്യമാക്കി അരങ്ങൊഴിഞ്ഞ ലോഹിതദാസിന്റെ ഓർമ്മകൾ പെയ്തൊഴിയാതെ ഇന്നും അകലൂരിലെ അമരാവതി. 15ാം ഓർമ്മദിനത്തിൽ അമരാവതിയിലെ ലോഹിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും നടന്നു. എഴുതി പൂർത്തിയാകാത്ത കഥകൾ ബാക്കി വെച്ച് 2009 ജൂൺ 28-നാണ് ലോഹിതദാസ് മലയാള സിനിമാ ലോകത്തിന് ഒരു നൊമ്പരമായി മാറിയത്. ലോഹിതദാസിന്റെ ഓർമ്മകൾക്ക് വെള്ളിയാഴ്ച 15 വർഷം പൂർത്തിയാവുകയാണ്. പത്മരാജനും ഭരതനും MTക്കും ശേഷം കാമ്പുള്ള അനേകം തിരക്കഥകളാണ് ലോഹി മലയാളക്കരയ്ക്ക് സംഭാവന ചെയ്തത്. തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നതിനുമപ്പുറത്ത് നിർമ്മാതാവായും നാടകരചയിതാവായും ചെറുകഥാകൃത്തായുമെല്ലാം ലോഹി ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നു. അപരപ്പാളികളിൽ കെട്ടുറപ്പുള്ള കഥകളെയും ജീവനുള്ള നിരവധി കഥാപാത്രങ്ങളെയും തേടി ഗ്രാമവീഥികളിലൂടെ അലഞ്ഞ ലോഹി ബന്ധങ്ങളുടെ കഥ പറയുന്ന നിരവധി സിനിമകൾക്ക് ജന്മം നൽകി. ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിലൂടെ 1977-ലാണ് ലോഹി സംവിധാന രംഗത്തേക്ക് കാലെടുത്തു വെച്ചത്. ആധാരം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ഉദയനാണ് താരം, സ്റ്റോപ്പ് വയലൻസ്, വളയം തുടങ്ങിയ സിനിമകളിൽ ലോഹി വേഷമിട്ടിട്ടുണ്ട്. മലയാള ചലച്ചിത്ര ലോകത്തിന് ഇന്നും മറക്കാനാവാത്ത AK ലോഹിതദാസിന്റെ ഓർമ്മകൾ കാലത്തിനൊപ്പം ഇന്നും കൂട്ടിവെക്കുകയാണ് അകലൂരിലെ അമരാവതി. ലോഹിതദാസിന്റെ ഓർമ്മകൾ തുള്ളിമുറിയാതെ പെയ്തു വീഴുമ്പോൾ ആ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുകയാണ് പ്രിയ പത്നി സിന്ധുവും. 16ാമത്തെ വർഷമാണ്. അപ്പോഴും സാറിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ കാലഹരണപ്പെടാത്ത ഒരാളാണ്, കാലാതീതനാണ് എന്നുള്ളത് അത് വളരെ വലിയ സന്തോഷമാണ്. സാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പോയാലും എൻ്റെ കാൽപ്പാടുകൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അപ്പൊ അത് സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നു. റോഡിൽ വലിയ കുഴികൾ രൂപാന്തരപ്പെട്ടത് വാഹനങ്ങൾക്ക് തടസ്സമായി. കുഴികൾ കാരണം അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക് ഒന്നുകൂടി രൂക്ഷമായി. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ബൈപ്പാസ് റോഡ് പദ്ധതികൾ എങ്ങും എത്തിയിട്ടില്ല. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറത്തെ മേൽപ്പാലത്തിന് സമീപത്താണ് റോഡിൽ വലിയ കുഴികൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വേഗത കുറയ്ക്കുന്നത് കാരണം ഗതാഗതക്കുരുക്കിന് ഒന്നും കൂടി ആക്കം കൂട്ടുകയാണ്. കഴിഞ്ഞ ദിവസം കോറി വേസ്റ്റിട്ട് കുഴികൾ അടച്ചിരുന്നു. എന്നാൽ മഴ പെയ്തതോടെ റോഡ് പഴയ സ്ഥിതിയിലായി. ദിവസവും പകൽ സമയത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്നത്. ചില സമയത്ത് യാത്രക്കാർ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ അകപ്പെടും. പെരിന്തൽമണ്ണ റോഡിൽ ജൂബിലി റോഡ് ജംഗ്ഷൻ വരെയും, കോഴിക്കോട് റോഡിൽ ഓരാടം പാലം വരെയും, വളാഞ്ചേരി റോഡിൽ വൈലോങ്ങര വരെയും പലപ്പോഴായി വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. റോഡുകൾക്ക് വീതിയുണ്ടായിട്ടും മേൽപ്പാലത്തിന്റെ വീതിക്കുറവ് ഗതാഗതക്കുരുക്കിന് ഒരു കാരണമാണ്. കോട്ടയ്ക്കൽ, വളാഞ്ചേരി, കൊളത്തൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളും കൂടിയും അങ്ങാടിപ്പുറം ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ഗതാഗതക്കുരുക്ക് ഒന്നും കൂടി ഇരട്ടിക്കുന്ന സ്ഥിതിയാണുള്ളത്. പരിയാമ്പുരം റോഡും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡും തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയും ഈ പ്രധാന പാതയിൽ നിന്നാണ് തിരിയുന്നത്. ദിനംപ്രതി വാഹനങ്ങൾ പെരുകുന്ന സ്ഥിതിയുണ്ടായിട്ടും റോഡുകൾ വികസിക്കാത്തത് വലിയ പോരായ്മയാണ്. വൈലോങ്ങര ഓരാടംപാലം ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങാനായിട്ടില്ല. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാലത്തോടു കൂടിയ ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി നടപടികൾ എങ്ങും എത്തിയിട്ടുമില്ല. പുതിയ ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവന്നാൽ തീർക്കാനാവുമോ ഈ ദുരിതം? യാത്രക്കാരും വ്യാപാരികളും നഗരവാസികളുമെല്ലാം അനുഭവിക്കുന്ന ദുരിതത്തിന് ഇനി എന്ന് പരിഹാരം കാണുമെന്ന് എന്തുറപ്പാണുള്ളത്? ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുകയാണ്.
തക്കാളി വില കിലോയ്ക്ക് 80 മുകളിലാണ്. ബീൻസ്, വലിയ ഉള്ളി എന്നിവയുടെ വിലയും ഉയരുന്നു. വിലവർധന സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുകയാണ്. ചെർപ്പളശ്ശേരി ബ്യൂറോയുടെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. മഴയും കൃഷിനാശവും മൂലം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. തക്കാളിയുടെ വിലയാണ് 3 ഇരട്ടി ഉയർന്നത്. കിലോയ്ക്ക് 80 മുകളിലാണ് ഇപ്പോൾ തക്കാളിയുടെ വില. മുരിങ്ങക്കായ വില കിലോയ്ക്ക് 250 രൂപ വരെ എത്തിയിട്ടുണ്ട്. വലിയ ഉള്ളിയുടെ വിലയും ഉയർന്നു. കിലോയ്ക്ക് 48-50 രൂപ വരെ വലിയ ഉള്ളിക്കുണ്ട്. ബീൻസിൻ്റെ വില ദിവസങ്ങളായി ഉയർന്നു തന്നെയാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ചമുളക് എന്നിവയുടെ വിലയും വർദ്ധിച്ചു. വില കൂടിയപ്പോൾ സാധനം ഒന്ന് പയർ വില കൂടുതലാണ്, അതുപോലെ കയ്പക്ക വില കൂടുതലാണ്, പിന്നെ ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, പിന്നെ തക്കാളി, പിന്നെ മുരിങ്ങക്കായൊക്കെ നല്ല വില കൂടുതലാണ്. വില കൂടാനുള്ള കാരണം പുറത്തുനിന്ന് സാധനങ്ങൾ വരുന്നില്ല, ഉൽപ്പാദനം കമ്മിയായതുകൊണ്ടാണ് ഇപ്പോൾ വില കൂടാനുള്ള കാരണമുള്ളത്. മഴയും ബാധിക്കുന്നുണ്ട്, വരുന്ന സാധനങ്ങൾ തന്നെ ഇപ്പോൾ പകുതിയിലേറെ കേടാണ്. അതൊക്കെ ഇപ്പോൾ വിലനെ ബാധിക്കുന്ന സംഭവങ്ങളാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രതികരണം തന്നെയാണ്. വില കൂടുതലായതുകൊണ്ട് പ്രതികരിക്കുന്നതാണ്. ജനങ്ങളെ വിചാരപ്പോൾ നമ്മളതിനൊക്കെ വില കൂട്ടിക്കണമെന്നാണ്. അങ്ങനെയൊക്കെയുള്ളൊരു വിഷയങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. മെയിനായിട്ട് മുരിങ്ങക്കായൊക്കെ നല്ല വില കൂടുതലാണ്. മുരിങ്ങക്കായ്ക്കാണ് വില കൂടുതൽ. അതൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണല്ലോ. അതുപോലെ മുളക് നിത്യോപയോഗ സാധനമാണ്, അതിന് വില കൂടുതലാണ്. മഴ കാരണം പച്ചക്കറിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കുറേ, അതുകൊണ്ടാവും ഇപ്പോൾ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. തക്കാളിക്ക് 70 രൂപയായി, 100 രൂപയായിരുന്നു. പിന്നെ പയർ 100 രൂപയായിരുന്നു, അതിപ്പോൾ 80-60 കഴിക്കണം. വിലവർധന സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നുണ്ട്. പച്ചക്കറിക്ക് പകരം മീനോ ഇറച്ചിയോ ആക്കാമെന്ന് വെച്ചാലും കൈപ്പിടിയിലൊതുങ്ങില്ല. ട്രോളിംഗ് നിരോധനമായതിനാൽ മീനിൻ്റെ വിലയും കുതിച്ചു കയറുകയാണ്. മറ്റ് പല വ്യഞ്ജനങ്ങളുടെ വിലയും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിത്യചെലവ് കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുകയാണ് സാധാരണക്കാർ. നാട്ടുകൽ പാലോട് റോഡിലെ ഉണങ്ങിയ മരങ്ങൾ ആളുകൾക്കും കെട്ടിടങ്ങൾക്കും ഭീഷണിയാകുന്നു. ഏത് നിമിഷവും മരങ്ങൾ നിലം പതിക്കാൻ സാധ്യതയുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഇവ മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തലയ്ക്ക് മുകളിൽ അപകടം പതിയിരിക്കുന്നത് അറിഞ്ഞാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നതെന്ന് ഓട്ടോ തൊഴിലാളികളും പറയുന്നു. ഇടിമിന്നലേറ്റ് ഉണങ്ങിയവയും ദ്വാരം വന്ന് ഉള്ളുപൊള്ളയായതുമായ 6ഓളം മരങ്ങളാണ് ഈ ഭാഗത്ത് ഭീഷണിയായുള്ളത്. തൊട്ടടുത്തായി കെട്ടിടങ്ങൾ, ഓട്ടോ സ്റ്റാൻഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നിവ ഉണ്ട്. കൂടാതെ പാലോട് റോഡും മരങ്ങൾക്ക് ചൂട്ടിലൂടെ കടന്നു പോകുന്നു. നിശ്ചിത സ്ഥലത്തുള്ള ഈ മരങ്ങളിൽ ഒന്ന് വീണാൽ അതിൻ്റെ പ്രകമ്പനം മൂലം ബാക്കിയുള്ളവയും വീഴാൻ സാധ്യത ഏറെയാണ്. അത്രയ്ക്കും ശോഷിച്ചാണ് ഓരോ മരങ്ങളും നിൽക്കുന്നത്. കാറ്റും മഴയും വന്നാൽ കടയ്ക്കുള്ളിൽ ഇരിക്കാൻ ഭയമാണ്. എത്രയും പെട്ടെന്ന് മരം മുറിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് കടയുടമ KP അയ്യൂബ് പറഞ്ഞു. പല തവണകളായി അധികാരികളുടെ കയ്യിൽ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ ബന്ധപ്പെട്ട അധികാരികൾ നിർബന്ധമായും ഈ ന്യൂസ് കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലിനിക്കിലേക്ക് നിരന്തരമായിട്ട് വാർദ്ധക്യമുള്ള ആളുകൾ പലപ്പോഴായി കടന്നു വരുന്നു. 24 അവേഴ്സും യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിലേക്ക് ഏത് സമയവും വീഴാനായി നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുവാൻ അധികാരികളിലേക്ക് എത്തിക്കുകയാണ്. ദേശീയപാത കടന്നു പോകുന്നതിനാൽ രാവും പകലും ആളുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട്. ഒപ്പം ഓട്ടോ തൊഴിലാളികളും. തലയ്ക്ക് മുകളിൽ അപകടം പതിയിരിക്കുന്നത് അറിഞ്ഞാണ് ഇവിടെ ഇരിക്കാറ്. ഈ ഭീഷണിക്ക് പരിഹാരം വേണമെന്ന് ഓട്ടോ തൊഴിലാളികളും ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു ഓട്ടോ പാർക്കുമുണ്ട് നാട്ടിൽ പാലോട് റോഡ് ഭാഗത്ത്. ഓട്ടോ പാർക്കിന് നേരെയാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. അതുകൂടി ഞങ്ങൾക്ക് ആണ് പറയാനുള്ളത്. ശക്തമായ മഴയിൽ കഴിഞ്ഞ ദിവസം സമീപത്തെ ദേശീയപാതയിലേക്ക് മരം പൊട്ടി വീണിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് അപകടം ഒഴിവായത്. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. താഴേക്കോട് അരക്കുപറമ്പ് AIS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മദ്രസ പഠനോദ്ഘാടനവും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും മുഹമ്മദ് അലി അൻവരി പൊട്ടച്ചിറ ഉദ്ഘാടനം ചെയ്തു. 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വൈകുന്നേരം 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക. സമസ്തയുടെ കരിക്കുലം അനുസരിച്ചുള്ള മദ്രസ പഠന രീതിയാണ് സ്കൂളിൽ ആരംഭിച്ചത്. 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെയാണ് ക്ലാസ് ഉണ്ടാവുക. പാണ്ഡിത്യമുള്ള അധ്യാപകരാണ് ക്ലാസ് നയിക്കുന്നത്. മദ്രസ പഠനോദ്ഘാടനം മുഹമ്മദ് അലി അൻവരി പൊട്ടച്ചിറ നിർവഹിച്ചു. 1 മുതലുള്ളതായ 5-ാം ക്ലാസ് വരെയുള്ളതായ പാഠപദ്ധതികൾ
സമസ്തയുടെ കരിക്കുലം അനുസരിച്ച് തയ്യാറാക്കിയ ആ സിലബസ് ഇവിടെ പഠിപ്പിക്കാനാണ് ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ ആഗ്രഹിക്കുന്നത്. അതൊരു നല്ലൊരു പ്രവർത്തനമാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതോടുകൂടെ തന്നെ നമ്മുടെ മതപരമായ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കൽ നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമാണ് സഹോദരന്മാരെ. സ്കൂൾ ചെയർമാൻ PT സിദ്ദിഖ് അധ്യക്ഷനായി. അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ആരതി, പൊതിയിൽ ജുമാ മസ്ജിദ് ഖത്തീബ് ഷറഫുദ്ദീൻ ഫൈസി, സയ്യിദ് ഹബീബുള്ള തങ്ങൾ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഖദീജ, ചിറമ്പുകാടൻ മുസ്തഫ ഹാജി, PT കുഞ്ഞിദു ഹാജി, PT കോയ, പൊന്നത്ത് മുഹമ്മദ് കുട്ടി, PTA വൈസ് പ്രസിഡന്റ് ചിറമ്പുകാടൻ അഷറഫ്, സ്കൂൾ പ്രിൻസിപ്പൽ P മുംതാജ്, മൻസൂർ അലി, സഫ്വാൻ കമാലി തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ നേത്ര സംരക്ഷണം ലക്ഷ്യമാക്കി അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളെ കൂടാതെ രക്ഷിതാക്കളും പ്രദേശവാസികളും ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തി. അരക്കുപറമ്പ് TTM ക്ലബ്ബ് ഭാരവാഹികളുടെ നിയന്ത്രണത്തിലാണ് ക്യാമ്പ് നടന്നത്. അഖില കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 30 അനുമോദന സദസ്സ് സംഘടിപ്പിക്കും. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വെച്ചാണ് ആദരം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിക്കുന്നത്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും സർക്കാർ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചവരെയും കലാകായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയുമാണ് ആദരിക്കുന്നത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് സദസ്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാനത്ത് എല്ലാ സമാജങ്ങളും കൂടി ഒന്നിച്ച് ചേർന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച താലൂക്ക് കമ്മിറ്റിയുടെ പരിപാടിയാണ് ഈ 30-ാം തീയതി ജൂൺ 30 നമ്മുടെ ഒറ്റപ്പാലത്ത് നടക്കുന്നത്. നേരത്തെ അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിൽ 2-3 ഘടകങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ലയിച്ചുകൊണ്ട് 13/69 ആ രജിസ്ട്രേഷന് കീഴിൽ അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും അതിനു താഴെ ജില്ലാ കമ്മിറ്റിയും അതിന് താഴെ താലൂക്ക് കമ്മിറ്റിയും വന്നു. താലൂക്ക് കമ്മിറ്റിക്ക് കീഴിലാണ് ബാക്കി എല്ലാ സമാജങ്ങളും. ആ സമാജത്തിൻ്റെ പ്രഥമ പരിപാടിയാണ് ഒറ്റപ്പാലത്ത് നടക്കാൻ പോകുന്ന ഈ പരിപാടി. ഈ പരിപാടിയിൽ പ്രമുഖരായ എഴുത്തച്ഛൻ സമുദായത്തെ തന്നെ സർക്കാർ തലത്തിൽ ഉന്നത സേവനമനുഷ്ഠിച്ച ആളുകളെ ആദരിക്കലും അതേപോലെ തന്നെ സമുദായത്തിനകത്തുള്ള SLC+2 ബിരുദ തലത്തിൽ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചവരെ അനുമോദിക്കുന്ന ചടങ്ങ് കൂടിയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് K സോമസുന്ദരൻ, സെക്രട്ടറി K രമേശ് ബാബു കോളേരി, N നാരായണൻകുട്ടി, K കൃഷ്ണനുണ്ണി തുടങ്ങിയവരും പങ്കെടുത്തു. മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ 13ാമത് ബ്രാഞ്ച് കോങ്ങാട് പ്രവർത്തനം ആരംഭിക്കുന്നു. കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യമുള്ള കോങ്ങാട് കർഷകർക്ക് ആവശ്യമായ വിവിധ പദ്ധതികളോടെയാണ് ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്കിന് എതിർവശത്ത് നമ്പിയത്ത് ടവറിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ബ്രാഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരുടെ സാന്നിധ്യത്തിൽ കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി അധ്യക്ഷത വഹിക്കും. തിമില വിദ്വാൻ കോങ്ങാട് മധു, രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, കോങ്ങാട് KPRP സ്കൂളിലെ SSLC+2 സമ്പൂർണ്ണ A+ നേടിയവരെയും ചടങ്ങിൽ ആദരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളവും യാദവ് ഫോക്കസ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും അരങ്ങേറും. 13ാം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ജൂൺ 29 മുതൽ ജൂലൈ 29 വരെ പണം നിക്ഷേപിക്കുന്നവർക്ക് പലിശ മുൻകൂറായി നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത്ത് പാലാട്ട് പറഞ്ഞു. 13ാമത്തെ ബ്രാഞ്ച് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നഗരമധ്യത്തിൽ ഈ വരുന്ന 29ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസ്തുത ചടങ്ങിൽ ബഹുമാനപ്പെട്ട കോങ്ങാട് MLA ശ്രീ ശാന്തകുമാരി, മറ്റു വിശിഷ്ട വ്യക്തികൾ, അതുപോലെ സാംസ്കാരിക വ്യാപാരി നേതാക്കൾ തുടങ്ങിയ എല്ലാവരും പ്രസ്തുത ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. കോങ്ങാട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു പ്രമുഖ കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു
നഗരമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശമാണ്. ഡയറക്ടർ അഭിലാഷ് പാലാട്ട്, PRO ശ്യാം, ഓപ്പറേഷൻ മാനേജർ ഷെബീർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ജൂൺ 29 മുതൽ തുടങ്ങും. 10% മുതൽ 75% വരെ ഡിസ്കൗണ്ടോടുകൂടിയാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നടക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് സ്റ്റോക്ക് നവീകരണത്തിന്റെ ഭാഗമായാണ് ഇമ്മാനുവൽ സിൽക്സ് പട്ടാമ്പി ഷോറൂമിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ജൂൺ 29 മുതൽ ആരംഭിക്കുന്നത്. 10 മുതൽ 75% വരെ ഡിസ്കൗണ്ടോടുകൂടിയാണ് ഈ ക്ലിയറൻസ് സെയിലിൽ ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ സീസണിൽ ബാക്കി വന്നതും ഏതാനും ദിവസത്തേക്ക് മാത്രമായുള്ള ഈ സെയിൽ ഷോറൂമിൽ പ്രത്യേകം തയ്യാറാക്കിയ ഏരിയയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സാരികൾ, ലേഡീസ് വെയർ, ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി എല്ലാം ഈ ഡിസ്കൗണ്ട് സെയിലിൽ ലഭ്യമാണ്. ഉപഭോക്താക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ മരം കടപുഴകി വീണ് 9 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സ്കൂൾ വിട്ട് കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് സംഭവം. മുന്നറിയിപ്പ് നൽകിയിട്ടും അപകട ഭീഷണിയുള്ള മരങ്ങൾ വെട്ടിമാറ്റിയില്ലെന്ന അധ്യാപകരും നാട്ടുകാരും. തൃക്കടിയിൽ മരം പൊട്ടി വീണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര തകർന്നു. തെറ്റുകൾ ആവർത്തിച്ചതുകൊണ്ടാണ് മുൻ മണ്ഡല സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. മുഹമ്മദ് മുഹസിൻ MLA മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിക്കാത്ത വിഷയം പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി. മകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പിതാവിന് ഇരട്ട ജീവപര്യന്തവും 61 വർഷം കഠിന തടവും 2.89 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ വീട്ടിൽ കയറി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതികൾക്ക് കഠിന തടവും പിഴയും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി പ്രതിയെ കോടതി വെറുതെ വിട്ടു. ഷൊർണൂർ കുളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിയായ സ്ത്രീക്കു നേരെ അക്രമം. തലയ്ക്ക് പരിക്കേറ്റ ഇവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമം നടത്തിയ അയൽവാസിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ഷൊർണൂർ പോലീസ്. ചെർപ്പളശ്ശേരി നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി 80 സെന്റിമീറ്റർ ഉയരമുള്ള ചെടി കണ്ടെത്തിയത് AKG റോഡിനോട് ചേർന്ന്. എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി ചെടി കൊണ്ടുപോയി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.